Hi dears, welcome back to our family. എന്തോ ചെയ്ത് എന്തോ വെള്ളത്തിൽ കൊണ്ടിട്ടോ സോപ്പ് എടുത്ത് വെള്ളത്തിൽ കൊണ്ടിട്ടെന്ന്. ഇതിപ്പോൾ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് അല്ല, ചെക്കപ്പ് ഉണ്ട്, സ്കാനിങ് ഉണ്ട്, PV ഉണ്ട്. എൻ്റെ PV ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാശിയുടെ സമയത്ത് PV ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം PV ചെയ്യുന്നതിന് മുമ്പ് വെള്ളം വേണോ? തണുപ്പാണോ വെള്ളത്തിന്? ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് ചൂടുവെള്ളത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ എണീറ്റപ്പോഴത്തേന് എണീപ്പിക്കേണ്ട, കുഞ്ഞിനെ പിന്നെ എണീപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ അമ്മച്ചി ഇതാ വരുന്നു. കുഞ്ഞിനെ എണീപ്പിക്കേണ്ടെന്ന് വിചാരിച്ചോണ്ടിരുന്നു. പക്ഷേ ചൂടുവെള്ളം എടുത്തുതരാം. പക്ഷെ ആശാനങ്ങ് എണീറ്റു. പിന്നെ ഞാൻ വിചാരിച്ച് വാഷ്റൂമിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കും. പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പ്, കാലത്തല്ലേ, അതുകൊണ്ട് നല്ല തണുപ്പ്. ബെഡൊന്നും തട്ടിക്കൊടങ്ങുന്നില്ല. നോർമലി രാവിലെ എണീക്കുമ്പോഴത്തേന് ഞാൻ തട്ടിക്കൊടങ്ങിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ പോകാൻ സമയമായി. 6 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. ഇപ്പം 6:30 ആവാനായി. അതുകൊണ്ടിട്ട് ഓട്ടപ്പാച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വരുന്നക്കളെ. ഞാനൊന്ന് സെറ്റായിട്ടാണെന്നുണ്ടെങ്കിൽ കാശി സെറ്റ്. ഇതാ വരുന്നമ്മ. എൻ്റമ്മ കടയിലല്ലേ കുഞ്ഞി? രാവിലെ മൂഷാട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മൊത്തം മൂഷാട്ടേ ആയിരിക്കും. പിന്നെ ഇട്ടിട്ടങ്ങ് പോവാം. അപ്പം നമുക്കിന്ന് PV ഉണ്ട്. എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. വേറെ ഒന്നുമല്ല, മേ ബി അഡ്മിറ്റ് ആക്കുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അതേ ഉള്ളൂ. രാവിലെ ഗോകുലിനെ ഞാൻ വിളിച്ചെണീപ്പിച്ച് എനിക്ക് പേടിയാവുന്നു പറഞ്ഞിട്ട്. ഒരു 1 വീക്ക് കൂടെ ടൈം കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ഇപ്പം ആലോചിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഡേറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ജൂൺ 8-ാം തീയതിയാണ് സ്കാനിങ് പ്രകാരം സ്കാനിങ് വെച്ചിട്ട് ഡേറ്റ് ഉള്ളത്. പക്ഷേ പിന്നെ എല്ലാവരും ഓട്ടപ്പാച്ചിലായതുകൊണ്ട് കാശി ബേബിക്കുള്ള ഫുഡും എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ അവളെയും കൂട്ടിയിട്ടാണ് പോണത്. അവൾ കോളേജിലേക്ക് അവിടെ നിന്ന് നേരെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ താന്നിക്കുമുക്കിലെത്തുമ്പോൾ താന്നിക്കുമുക്കിലൊരു ATM ഉണ്ട്. അവിടെ കയറിയിട്ട് ക്യാഷും കൂടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം എൻ്റെ കാർഡ് സ്വൈപ്പ് ചെയ്തപ്പോൾ കാർഡ് എടുക്കുന്നില്ലായിരുന്നു. ഒരിടത്താണെങ്കിൽ GPayയില്ല. ബുക്ക് ചെയ്യുന്നിടത്ത്, രജിസ്ട്രേഷൻ ചെയ്യുന്നിടത്ത് അവിടെ കാർഡും ക്യാഷും മാത്രമേ എടുക്കുകയുള്ളൂ, GPay എടുക്കില്ല. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ക്യാഷ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ATMയിൽ കയറിയത്. അപ്പോൾ ATMയിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ATM കാർഡിന് എന്തോ കംപ്ലയിൻറ്റ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയപ്പോഴത്തേന് എനിക്ക് 131ാമത്തെ ടോക്കണാണ് കിട്ടിയത്. അത്രയും നേരത്തെ ചെന്നിട്ടും ഇത്രയും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ടോക്കൺ. അങ്ങനെ എന്തായാലും നമുക്ക് ടോക്കണൊക്കെ എടുത്തിട്ട് ഡോക്ടറിന് 22ാമത്തെയും സ്കാനിങ്ങിന് 4ാമത്തെയും കിട്ടി. അതുകൊണ്ട് കുറച്ച് ടൈം അധികം ഉള്ളതുകൊണ്ട് നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ, ഹോസ്പിറ്റലിനുള്ളിൽ നിന്നുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡും കഴിച്ചിട്ടാണ് കയറിയത്. കാശി
അപ്പം ഈവനിങ് അല്ല, നൈറ്റാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇതിപ്പം കാണാൻ താല്പര്യമുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ആരും അല്ലെങ്കിലും എൻ്റെ കൂടെ ഡേറ്റൊക്കെ ഉള്ളവരൊക്കെ ചൊറിയുന്നു കേട്ടോ. വീട്ടിൽ വഴക്ക് പറയും ഞാൻ വയറിലിങ്ങനെ ചൊറിയുമ്പം സ്ട്രെച്ച് മാർക്ക് വീഴുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഡെലിവറി ടൈമിൽ നല്ല രീതിയിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിഷ്ടമാണ്, ഞാൻ അമ്മയായതിൻ്റെ സൈനാണല്ലോ. സോ എനിക്കിഷ്ടമാണ്, എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ സാരിയൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഞങ്ങളുടെ അമ്മ കളിയാക്കുമായിരുന്നു. മുമ്പായിരുന്നെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, സൈഡൊക്കെ കണ്ടാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു. ഞാൻ മൈൻഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ രണ്ടാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നിറച്ച് സ്ട്രെച്ച് മാർക്കാണ്, അതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നല്ല കാര്യമായിട്ട് ചൊറിയുന്നുണ്ട്. ഇവിടെ പറയും മുടി ഉള്ളതുകൊണ്ടിട്ടാ ചൊറിയുന്നതെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാശിയുടെ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടായിരുന്നു. പക്ഷേ കാശിക്ക് മുടിയില്ലായിരുന്നു, നിറച്ച് മുട്ടയായിരുന്നു, വലിയ മുട്ടയായിരുന്നു. അയ്യോ. അപ്പം നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ വ്ളോഗൊക്കെ കണ്ടു കാണും. അതിനകത്ത് അധികം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ഫോണിൽ ചാർജ് അത്യാവശ്യം ഞാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ തീർന്നു കഴിഞ്ഞാൽ GPay ആണ് എല്ലാം കിടക്കുന്നത്. അതുകൊണ്ടിട്ട് ചെയ്യാൻ പറ്റില്ല എന്നറിയാവുന്ന കൊണ്ടിട്ട് ഞാൻ അധികം കവർ ചെയ്യാനായിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ടെൻഷനായിരുന്നു കേട്ടോ. ആദ്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റ് ചെന്നതിന് ശേഷം ടോക്കൺ എടുത്തു. എനിക്ക് 131 ടോക്കണാണ് കിട്ടിയത്. നമുക്ക് രജിസ്റ്റർ ചെയ്ത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോക്കണാണ് 130 കിട്ടിയത്. പിന്നെ ബുക്ക് ചെയ്തപ്പം ഡോക്ടറിൻ്റെ അടുത്ത് 22ഉം സ്കാനിങ്ങിന് 4ഉമാണ് കിട്ടിയത്. അപ്പം ഞാൻ സ്കാനിങ്ങിന് ചെന്നപ്പോൾ എനിക്ക് ഒരു ലേഡി ഡോക്ടറാണ് എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ അടുത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ചെന്നപ്പോഴും അവിടുത്തെ ചേച്ചി നല്ല അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരുവിധം സ്റ്റാഫെല്ലാം നല്ല കെയറിങ് ആണ്, ഭയങ്കര കാര്യമാണ് കേട്ടോ. എന്നോടൊന്നല്ല എല്ലാവരോടും. അപ്പോൾ കണ്ടപ്പോഴേ എന്നോട് ചോദിച്ചു, മോള് ഗോവിന്ദൻ എല്ലാവരും അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്, അപ്പോൾ കയറിക്കൊള്ളാൻ പറഞ്ഞു. സാറ് ഇന്നില്ലായിരുന്നു, പക്ഷേ വേറൊരു ഡോക്ടറിന് പകരമായിട്ടായിരുന്നു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് കയറാൻ പറഞ്ഞു. സാറിൻ്റെ അടുത്തൊരു 3, 4, 5 പേര് കഴിഞ്ഞിട്ടുള്ളത്, മറ്റേ ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കയറിയപ്പോഴത്തേന് എനിക്ക് എന്തോ ഒരു സ്കാനിങ്ങിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമുക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ് ആയിരുന്നു. സ്കാൻ ചെയ്തപ്പം എനിക്ക് ഫ്ലൂയിഡ് കുറവായിരുന്നു. അതുകൊണ്ടിട്ടാണ് 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫ്ലൂയിഡ് 7.9 ആയിരുന്നു. 8 തൊട്ടിട്ട് മുകളിലോട്ടാണ് എനിക്ക് 7-ാം മാസം തൊട്ടിട്ടോ 6-ാം മാസം തൊട്ടിട്ടോ 8 തൊട്ട് മുകളിലേക്കാണ് വേണ്ടുന്നത്. പക്ഷേ എനിക്ക് കുറവായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞത്. മുന്നേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഈ ലാസ്റ്റ് സ്കാൻ ചെയ്ത ടൈമിലാണ് കുറവ് കാണിച്ചത്. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ ലെവൽ സ്കാൻ ചെയ്തപ്പോഴത്തേന് ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്ലൂയിഡ് ലെവൽ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ. ഞാൻ നല്ല വണ്ണം വെച്ചിട്ടോ, വീഡിയോയ്ക്ക് അത് കാണുമ്പോഴേ അറിയാം. മാത്രമല്ല ഇന്ന് വെയിറ്റ് ചെക്ക് ചെയ്തപ്പം എനിക്ക് സ്റ്റാർട്ടിങ് അതൊക്കെ പിന്നെ പറയാം. ഇതാണ് എൻ്റെ കുഴപ്പം. ഒരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ കയറി വർത്താനം പറഞ്ഞോളെ. പോട്ടെ. ഫ്ലൂയിഡിൻ്റെ ലെവല് കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൂയിഡിൻ്റെ ലെവൽ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഫ്ലൂയിഡിൻ്റെ ലെവൽ ഓഫ് കോഴ്സ് ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് സെർച്ച് ചെയ്തത് യൂട്യൂബിലാണ്. ഫ്ലൂയിഡിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്തപ്പം ഒരുപാട് വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോസ് മാത്രമേ കിടപ്പുള്ളൂ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചെറിയ കുറച്ച് വീഡിയോസ് മാത്രമേ കിടപ്പുള്ളൂ. സോ അതുകൊണ്ടിട്ട് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറവുള്ളവരായാലും കൂടുതലുള്ളവരായാലും ആദ്യം പോയിട്ട് യൂട്യൂബിൽ തന്നെ ആയിരിക്കും സെർച്ച് ചെയ്യുന്നത്. സോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഫ്ലൂയിഡിൻ്റെ ലെവൽ എനിക്ക് കൂടി 10.2 ആയി. അതായത് 7.9 കിടന്നത് 6 ഡേയ്സ് കൊണ്ടിട്ട് 10.2 ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം സന്തോഷമായി, എനിക്ക് സമാധാനമായി. ഒരു റിപ്പോർട്ട് കണ്ടപ്പോഴേ എനിക്ക് സമാധാനം. ദൈവമേ, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറവാണെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ C-സെക്ഷൻ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതായിരുന്നു എനിക്ക് ആകെ ടെൻഷൻ. പിന്നെ ഒരു ടെൻഷൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അടുത്ത ടെൻഷനായി PV. ഇന്ന് എനിക്ക് PV എക്സാമിനേഷൻ PV ടെസ്റ്റ് ആയിരുന്നു. അതായത് ഇപ്പോൾ വെജൈനൽ എക്സാമിനേഷൻ അങ്ങനെ എന്തോ ആണ് പറയുന്നതെന്ന് തോന്നുന്നു PVക്ക് പറയുന്നത്.
അതായത് നമുക്ക് ഉള്ളു പരിശോധന എന്നൊക്കെ മലയാളത്തിൽ പറയും. സോ അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പി വിൻ്റെത്. എനിക്ക് ഫസ്റ്റ് ഡെലിവറി, എനിക്കിത് രണ്ടാമത്തെ ഡെലിവറി ആണെങ്കിൽ കൂടിയിട്ട് പി വി എനിക്ക് ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പി വി ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് പെയിനൊക്കെ വന്നിട്ട് കാശി ബേബി വരികയാണ് ചെയ്തത്. പെയിൻ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിൽ പി വി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പെയിനിൻ്റെ കൂട്ടത്തിൽ പി വി ചെയ്യുമ്പം അറിയില്ലായിരുന്നു എങ്ങനെയാണ്, എന്താ മൈൻഡൊന്നും ഇല്ലായിരുന്നു. അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ആ ഒരു മൈൻഡൊന്നും ഇല്ലായിരുന്നു. സോ എനിക്കറിയില്ല. സോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പി വി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഞാനതും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എല്ലാം കൂടെ കൂട്ടി പഠിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് കേട്ടോ. പി വി എന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിച്ച ഈ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. കാര്യം പല വീഡിയോസൊക്കെ കണ്ട് പലരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് പലരും പറയുന്നതൊക്കെ കേട്ട് ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് പി വി ചെയ്യാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. ഡോക്ടറെ കാണാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഏകദേശം 17ാമത്തെ ടോക്കൺ, എനിക്ക് 22ാമത്തെ ടോക്കണാണ്. 17ാമത്തെ ടോക്കൺ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറിന് കോൾ വന്നു. ഏതോ ഒരു പേഷ്യൻറ്റിന് പെയിൻ വന്നു. അപ്പം കേസ് ഉണ്ട് ചെല്ലാൻ പറഞ്ഞു, അതായത് ലേബർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. മാം പോയി. 17ാമത്തെ ആളെ വിളിച്ചിട്ട് പോയതാണ്. പിന്നെ ഒരു 1 hour അടുത്ത് കഴിയുന്ന ടൈമിലാണ്, സി സെക്ഷൻ ആണോ നോർമലാണോ അതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഡെലിവറി ഉണ്ടായിരുന്നു. ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോയിട്ട് 1 hour കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 10 minutes എൻ്റെ ടോക്കൺ ആയിട്ടുണ്ടായിരുന്നു. കാര്യം കുറേ പേരില്ലായിരുന്നു. അതുകൊണ്ട് 22 ടോക്കൺ ആയപ്പോഴത്തേനും എന്നോട് പറഞ്ഞു, ഞാൻ ഡോക്ടറെ കാണാൻ വന്നിരുന്നപ്പോൾ തന്നെ യൂറിനൊക്കെ പാസ് ചെയ്ത് അതുപോലെ ഗ്ലൗസും ഒക്കെ മേടിച്ചിട്ടാണ് പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും ടൈം കഴിഞ്ഞുകൊണ്ട് ഒന്നുകൂടെ യൂറിൻ പാസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി ഒന്നുകൂടെ യൂറിൻ പാസ് ചെയ്തിട്ട് വന്നപ്പോഴത്തേന് ഡോക്ടർ ബി പി ചെക്ക് ചെയ്ത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ബി പി ഭയങ്കര കുറവാണ്, ലോ ബി പി ആണ് എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. എനിക്ക് 120, ആ ഒരു 120, 130 അങ്ങനെ തന്നെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ബി പി ചെക്ക് ചെയ്തപ്പോൾ വെച്ച് കഴിഞ്ഞാൽ 150-80 ഇതെങ്ങനെ ഇത്രയും കൂടിയെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ അച്ചാറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാ ദിവസവും അച്ചാർ കിട്ടിയായിരുന്നു. ഇനി അങ്ങനെ കൂടിയതാണോ അതോ ഈ പി വിയുടെ ടെൻഷൻ അതുപോലെ തന്നെ സ്കാനിങ്ങിൻ്റെ ടെൻഷൻ ഇതെല്ലാം കൂടെ ടെൻഷൻ ഇരുന്ന് കൂടിയതാണോ എന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും ബി പി 150-80 കാണിച്ചു. സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ ഫ്ലൂയിഡിൻ്റെ പ്രശ്നം വെച്ചിട്ടാണ് ഇന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്ന് കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഫ്ലൂയിഡിൻ്റെ ലെവൽ ഓക്കെ ആയി. പക്ഷേ ബി പി കൂടിയോണ്ടിട്ട് എന്നോട് പറഞ്ഞു, മോളെ പി വിയും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. പി വി ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. ബി പി ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പി വി ചെയ്തപ്പോഴത്തേന് ഒരുപാട് നമ്മുടെ എന്താ പറയുക, എങ്ങനെ പറയാം, ഈ സെർവിക്സ് ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ യൂട്രസിൻ്റെ ഭാഗം ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഓപ്പൺ ആണോ ചോദിച്ചാൽ ഓപ്പൺ ആണ്, അല്ലെന്ന് ചോദിച്ചാൽ അല്ല, ആ ഒരു ലെവലിലിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനിയും എനിക്ക് 1.5 ആഴ്ചത്തെ കൂടെ ടൈം ഉണ്ട്, എനിക്ക് ഡേറ്റ് ഉണ്ട്. അതായത് എനിക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് പ്രകാരം എനിക്ക് 35 വീക്സും 6 ഡേയ്സുമാണ്. എനിക്ക് LMB വെച്ചിട്ട് 37 വീക്സ് ആയിട്ടുണ്ട്. 37 വീക്സും 4 ഡേയ്സും ആയിട്ടുണ്ട്. സോ ഇനിയും ഡേറ്റ് കിടപ്പുണ്ട്. ഇനിയും നമുക്ക് 2 ആഴ്ചത്തെ കൂടെ ഡേറ്റ് കിടപ്പുണ്ട്. എന്നാലും ഒരു 1 വീക്ക് അടുപ്പിച്ചിട്ട് ആയതിനു ശേഷം അഡ്മിറ്റ് ആയാൽ മതി, പി വി ചെയ്തത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ ഒന്നും കൂടെ ഒന്ന് ബി പി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ആദ്യം 150 കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും കൂടെ നോക്കിയപ്പോഴത്തേന് ബി പി 150 150-70 അങ്ങനെ എന്തോ കുറച്ചുകൂടെ കുറഞ്ഞു. ആദ്യം നോക്കിയതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞു. അന്നേരം പറഞ്ഞ് എന്നാലും കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടിട്ട് നമുക്ക് ഇന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് ഇന്ന് രാത്രിയിൽ പെയിൻ വരാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് വയ്ക്കാം. രാവിലെ പെയിൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എനിക്കങ്ങ് സങ്കടമായി പോയി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അഡ്മിറ്റ് ആക്കും എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഓർത്തപ്പോഴത്തേനും അയ്യോ ഗോകുമില്ല, കാശിയുടെ കാര്യം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നാലും
വീട്ടിലൊന്നുകൂടെ പോയിട്ട് എല്ലാവരെയും കാണണം എന്തൊക്കെ ഉള്ള ടെൻഷനായപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇന്ന് അഡ്മിറ്റ് ആവണോ, ഞാൻ നാളെ വന്ന് അഡ്മിറ്റ് ആയാൽ പോരോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു ഇന്ന് അഡ്മിറ്റ് ആവാൻ പേടിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം എനിക്ക് ഇനി ടൈമുണ്ട്, അപ്പം ഇന്നായില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ഈ BP-ൻ്റെ ഒരു ഇത് കിടക്കുന്നതുകൊണ്ടിട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഒന്നാമത്തെ കാര്യം BP ഇപ്പോൾ ഇത്തിരി കൂടുതലാണ്, പിന്നെ കുഞ്ഞിൻ്റെ 2 ആഴ്ചത്തെ വ്യത്യാസമുണ്ട്, വളർച്ചക്കുറവിൽ ഉള്ള ഇതുണ്ട്, അത് നമ്മൾ കാര്യമായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറവായിരുന്നു. ഈ 3 എണ്ണവും കൂടെ കണക്റ്റഡ് അല്ല, പക്ഷേ കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. എന്തായാലും പോയിട്ട് എന്തോ ഒരു സ്കാനിങ് പറഞ്ഞു, NST എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത്, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് നോക്കുന്നത്, മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കുന്നതാണല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ അത് നോക്കിയിട്ട് വരാം. അന്നേരം പറഞ്ഞാൽ അത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം ഞാൻ പറയാം, പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പോയി NST എടുക്കാനായിട്ട് ചെന്നപ്പം അതും നല്ല കൂളായിട്ടൊരു ചേച്ചിയായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഇത് കണക്ക് എനിക്ക് ഇനിയും ഡേറ്റ് ഉണ്ട്, ഇത് കണക്ക് BP കൂടി അതുകൊണ്ടിട്ടാണ് വരാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയോട് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി ഞാൻ പറയാം, എനിക്ക് കൂടുതലും ഗോകുലില്ലാത്തതിൻ്റെ ടെൻഷനാണ്. അതാണ് പിന്നെയും ഈ 3-4 കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇവന് വരാൻ പറ്റുമോ, എങ്ങനെയാണ്, എന്താണ് ഇതിനുള്ള കാര്യങ്ങൾ എന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ടിട്ടാണ് ഈ BP ഇത്രയും കൂടിപ്പോയത്. ഒരാവശ്യമില്ലായിരുന്നു, ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നത് ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ NST എടുത്തപ്പോഴത്തേന് ബേബി മൂവ്മെൻറ്റ്സ് ഭയങ്കര ലോ ആണ്, 120 118 അങ്ങനെയൊക്കെ താന്ന് പോകുന്നു. ഇടയ്ക്ക് 130 വരും, 140 ഞാൻ കണ്ടിട്ടേ ഇല്ല ആദ്യം ചെയ്തപ്പോൾ. ഒരു 10 മിനിറ്റോളം അവർ ഗ്രാഫ് നോക്കി, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് അഡ്മിറ്റ് ആക്കും, മോള് പോയി ഒരു കോഫിയും കുടിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴത്തേന് ബേബി മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യം അമ്മേൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് കരച്ചിലും വരുന്നുണ്ട്, സങ്കടം വരുന്നു, എന്തുകൊണ്ടിട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് ഗോകുൽ കൂടെ ഇല്ലാത്ത തന്നെയാണ് സങ്കടം വന്നത്. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഗോകുലിനെ ഞാൻ വിളിച്ചില്ല ആദ്യമേ, ഗോകുൽ അപ്പോഴത്തേന് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അമ്മയുടെ ഫ്ലാറ്റിലും ഗോകു ഞങ്ങളുടെ ഫ്ലാറ്റിലുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് ഗോകുൽ ഡ്രസ്സൊന്നും അങ്ങനെ വാഷ് ചെയ്യില്ല, എല്ലാം കല്യാണത്തിന് മുമ്പായിരുന്നു. അപ്പോൾ ഗോകുയുടെ അമ്മയുണ്ട് കേട്ടോ അവിടെ, അപ്പോൾ ഗോകുൻ്റെ അമ്മയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചെയ്യും. അവിടെ എൻ്റെ അമ്മ ഉള്ളതുകൊണ്ടിട്ട് അമ്മ 3-4 ദിവസമൊക്കെ കൂടുമ്പോഴത്തേന് വന്നിട്ട് എല്ലാം വാഷ് ചെയ്തിടും. ആൾ ഇപ്പോഴും ചെറിയ കുട്ടികളുടെ മൈൻഡ് തന്നെയാണ്. ഇവർ എന്താ പറയുക, അമ്മയ്ക്ക് 2 പെമ്മക്കട കൂട്ടത്തിൽ ഇളയ ആളല്ലേ, അപ്പോൾ ആ ഒരു പാമ്പർ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിട്ട് ആ ഒരു ശീലം തന്നെയാണ്. വലിയ മാറ്റമൊന്നും ഇപ്പോഴും എനിക്ക് തോന്നാറില്ല. ചിലപ്പോൾ തോന്നാറുണ്ട് കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണെന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പം അമ്മ ഇടയ്ക്ക് ഈ 4 ദിവസം കൂടുമ്പം ഗോകുൻ്റെ റൂമിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിട്ട് പോകും. പിന്നെ ഫുഡ് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പോകണം. ഗോകുൻ്റെ ഇടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പ് 1 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് ക്ലോസ് ചെയ്യുന്നത്. 1 മണിക്ക് ക്ലോസ് ചെയ്താലും കൂട്ടുകാരെല്ലാം ആയിട്ട് റൂമിൽ വന്നിട്ട് അവരൊക്കെ പോകുമ്പോൾ ഒരു സമയമാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നലെ ആണെങ്കിൽ വെളുപ്പിനെ ഞാൻ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ ഇന്നലെ രാത്രി ഇടാൻ മറന്നുപോയി. ഞാൻ വെളുപ്പിനെ 6 മണി ഇവിടുത്തെ ഒരു 5:30 ആയപ്പോഴത്തേനാണ് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗൂഗിൾ ക്യാഷ് ഇടണമെന്നും പറഞ്ഞുകൊണ്ടിട്ട്. എൻ്റെ എന്തോ സാധാരണ ഗൂഗിൾ അറിയാൻ കഴിഞ്ഞാൽ ഫോൺ എടുക്കാറില്ല. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒരു ടൈമിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ കൊച്ചു ഷോപ്പിൽ പോയി ക്യാഷ് എടുത്തിട്ട് ക്യാഷ് അക്കൗണ്ടിലിട്ട് ക്യാഷ് ഇട്ടിട്ടാണ് പിന്നെ കിടന്നുറങ്ങിയത്. അപ്പോൾ ഒത്തിരി ടൈം കഴിഞ്ഞിട്ടാണ് ആശ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ 10 മണി, അവിടുത്തെ ഒരു 8:30 ആ ഒരു ടൈമാണെന്ന്, 8:30 9:00 ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു. അപ്പം അവൻ എണീറ്റിട്ടുണ്ട്, അമ്മ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ NST ചെയ്യാനുള്ള ബില്ല് അടച്ചതിന് ശേഷം NST ചെയ്യാനുള്ള ബില്ല് അടയ്ക്കുന്നതിന് മുമ്പാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഗൂഗിളിനെ വിളിച്ചപ്പോൾ ഇതാണെങ്കിൽ ബേബി മൂവ്മെൻറ്റ്സ് കുറവാണ് എന്നും പറഞ്ഞുകൊണ്ടിട്ട് പറഞ്ഞു. അപ്പോഴത്തേന് ആൾക്ക് വെപ്രാളവും ടെൻഷനും ഒക്കെ ആയി. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി. കാര്യം ഇതിനകത്ത് മൂവ്മെൻറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അഡ്മിറ്റ് ആക്കാൻ പറയും. ഗൂഗിൾ നാട്ടിലില്ല, എങ്ങനെ മാനേജ് ചെയ്യും? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗോകു വന്നിട്ട് കുഞ്ഞിനെ റിസീവ് ചെയ്യണമെന്നൊക്കെ ഉള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകും. നടക്കുമെന്നൊന്നും അറിയത്തില്ല. ഇന്ന് ഞാൻ അഡ്മിറ്റ് ആക്കും എന്നെല്ലാം പ്രതീക്ഷിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും ആളുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ അവനെ വിളിച്ചപ്പോഴത്തേനും ഞാൻ കരഞ്ഞ്. എനിക്ക് സങ്കടം വന്ന്. ഞാൻ എന്നുവെച്ചാൽ ഇന്ന് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ടാബ്ലറ്റ് വെക്കാമെന്ന് പറഞ്ഞ് നാളെ ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ ഗോകുലില്ല. അപ്പോഴത്തേനും ഞാൻ കരഞ്ഞപ്പോഴത്തേന് കൊച്ചു പറഞ്ഞ് കരയണ്ട, വിഷമിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക, ഒരു സ്കാനിങ് കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എന്നാൽ ഞാൻ പോയിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം ഞാൻ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അകത്ത് കയറി. ചേച്ചി പിന്നെയും എന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിടത്തി. ഒരു 15 മിനിറ്റോളം നോക്കി. അപ്പോഴും വലിയ കാര്യമായിട്ട് 129, 130, 149, 157 അങ്ങനെയൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് ഭയങ്കര മൂമെൻറ്റ്സ് ഒന്നും പക്ഷേ നമുക്ക് ഈ ഒരു ടൈം ആയതുകൊണ്ടിട്ട് വയനാട്ട് അധികം സ്ഥലമൊന്നുമില്ല, വലിയ മൂമെൻറ്റ്സ് ഒന്നും ഉണ്ടാകാനുള്ള സ്ഥലവും ഇല്ല, അത് വേറെ കാര്യം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മൂമെൻറ്റ്സ് കുറവാണ്, ചിലപ്പോൾ ഡോക്ടർ റിപ്പീറ്റ് പറയുകയാണെങ്കിൽ ഇനി വന്നാൽ മതി, ഇതുവരെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, കൂളായിട്ട് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേന് ദേവി വന്നിട്ട് പറഞ്ഞു ഗോകുലണ്ണൻ വരും കേട്ടോ, ഗോകുലണ്ണൻ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ കൂടെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് ഈ റിസൾട്ടുമായിട്ട് അവിടെ ചെന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, NSTക്കകത്ത് പ്രശ്നമൊന്നുമില്ല, നോർമലാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല, പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുകയാണ്, സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞ്. ഒന്നും കൂടെ BP നോക്കാമെന്ന് പറഞ്ഞു. BP നോക്കിയപ്പോഴത്തേനും 130 എത്രയോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ അഡ്മിറ്റ് ആക്കും, ഇപ്പോൾ അഡ്മിഷൻ പറയുമെന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം പറഞ്ഞ് എന്നാൽ മോള് പോയിട്ട് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഡോക്ടർ ഇല്ലയെന്ന് തോന്നുന്നു, വ്യാഴാഴ്ച ഒന്നും കൂടെ നമുക്ക് വന്നിട്ട് സ്കാൻ ചെയ്യാം, BP ചെക്ക് ചെയ്യാം, BP ചെക്ക് ചെയ്തിട്ട് നമുക്ക് അഡ്മിഷൻ ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനം. അതുവരെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും ദൈവമേ എന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കിടത്താവുള്ളൂ, ഒരാഴ്ച ആകുമ്പോൾ എന്തായാലും ഞങ്ങളുടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് ഗൂഗിളിൽ നാട്ടിൽ വരാൻ പറ്റും. ഓ എന്തോ ജാനിമോള് തീർത്തിട്ട് എന്തോ സൗണ്ട് കേൾക്കും, അടച്ചോ. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് വരാൻ പറ്റുമല്ലോ, അപ്പോൾ അങ്ങനൊരു സമാധാനമായി. എന്തോ കൊളുത്തിട്ടേക്കോട്ടെ, അതങ്ങ് അടച്ചേക്കണേ. എന്തോ അപ്പോൾ ആ കൊച്ചിന് വരാൻ പറ്റുമല്ലോ, ഇങ്ങനെ പ്രാർത്ഥിച്ച് ജാനിമോളുണ്ട് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ദൈവം എന്തോ കേട്ടതുപോലെ ഇപ്പോൾ ഇന്ന് അഡ്മിറ്റ് ആക്കി ഇന്ന് കുഞ്ഞിനെ കൈ കിട്ടുമെന്ന് പറഞ്ഞെടുത്ത് എനിക്ക് 1 വീക്കും കൂടെ ടൈം കിട്ടി. എന്തോ ദൈവാനുഗ്രഹം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം എനിക്ക് വേറൊന്നും അല്ലെന്നേ, എനിക്ക് പുള്ളിക്കാരൻ കൂടെ വേണം എന്നൊരാഗ്രഹം. അകത്ത് കയറുമ്പോഴായാലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഗോകു കൂടെ ഉണ്ടായിരുന്നു, കുഞ്ഞിനെ റിസീവ് ചെയ്യാനായാലും ഡെലിവറി കഴിഞ്ഞിട്ടായാലും എനിക്ക് വേറെ ആരെങ്കിലും കാണുന്നതിനേക്കാളും കൂടുതൽ ഗോകുവിനെ കണ്ടാൽ മതി എന്നായിരുന്നു അന്ന്. ഇപ്പോഴത് കണക്ക് കൂടെ കാണണം. എങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഈ പ്രവാസികളുടെ ഭാര്യമാർക്കൊക്കെ അല്ലെങ്കിൽ ഈ ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ അവർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു ഫീലിങ്സാണത്. ഞാൻ എത്രത്തോളം പറഞ്ഞു തന്നാൽ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ദേവി നിങ്ങൾ ജിമ്മിൽ പോയില്ലേ? എന്തിനാടി അത്? ഇവിടെ മഴയില്ലല്ലോ. അങ്ങനെന്താ പറയാ, അങ്ങനെ പിന്നെ പോയിക്കോളാൻ പറഞ്ഞപ്പോഴത്തേന് സമാധാനം. ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേന് ഇവിടെ എല്ലാം സെറ്റ്, ഗൂഗിളിൽ വരാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് വൈകുന്നേരം 5 മണിക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ കടയുടെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല 5-ാം തീയതി ടെൻഡൻസി പുതുക്കണമെന്ന്, അത് 7-ാം തീയതി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ
പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് തീർക്കാനുണ്ട്, അതൊക്കെ ചെയ്യാണ്ട് വരാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ കണക്ക് ഒരു ഫ്ലാറ്റിൻ്റെ കാര്യം എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഈ കൊച്ചു വന്നു കഴിഞ്ഞാലും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. ബാക്കി നീ കഥ അടച്ചത് വീഡിയോ എടുത്ത് അടക്കാം. ദേവി ഇത് അടച്ചേക്ക്. ആ അപ്പം അതിൻ്റെയൊക്കെ ടെൻഷനായിരുന്നു എനിക്ക്. ദേവി എന്തോ അങ്ങനെ കാശി ഉറങ്ങുന്ന ദേവിപ്പാന്നാ ചോദിക്കുന്നത്. ചേട്ടൻ്റെ മോള പൊമ്മോളമ്മേ കഥ ഒന്ന് അടയ്ക്കുവോ? ഭയങ്കര സൗണ്ട്. അങ്ങനെ അങ്ങനെ എന്താ ഞാൻ സംസാരിക്കട്ടെ, ഒരു മിനിറ്റ് ഇപ്പം വരാം. അങ്ങനെ പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേന് അവിടുത്തെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാക്കിയിട്ട് പുള്ളിക്കാരൻ വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തപ്പോഴത്തേന് ഞാൻ പിന്നെ വിളിച്ച് പറഞ്ഞു ടിക്കറ്റ് വേണ്ട, ക്യാൻസൽ ചെയ്തു. ടൈം ഉണ്ട്, ഒരു 3-4 ദിവസം കൂടെ ടൈം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി, അപ്പോഴത്തേന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ എന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു ടിക്കറ്റ് ഓൾറെഡി എടുത്തു, പേയ്മെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ, എൻ്റെ ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് ആൾക്കിഞ്ഞ് വരാം, വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, വന്ന് ഡെലിവറി കഴിഞ്ഞ് ചിലപ്പം ഒരു 2 ഡേയ്സിൽ പോകേണ്ടി വരും, അത് മെനക്കേടാവും. അപ്പം അല്ലാണ്ടായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 50 ഡേയ്സ് നാട്ടിൽ നിൽക്കാൻ പറ്റുമല്ലോ. അപ്പം അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ കിടന്ന് ഓടിയത്. അപ്പം ഞാൻ അപ്പോ എന്ന് പറയുമ്പോൾ അവളും അപ്പോ പറയുന്നു. ഞാൻ ചെല്ല അവിടെ ഇരിക്കട്ട് കുഴപ്പമില്ല. അവിടെ ഇരുന്നു. അപ്പം നമ്മളെന്ത് പറഞ്ഞോണ്ടല്ലോ. അങ്ങനെ എന്താ മക്കളെ വീഴും, താഴെ ഇറങ്ങും. അവിടെ ഇരുന്നു. അങ്ങനെ പിന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു ദൈവമേ ഇന്ന് ഗോകുൽ വരും, അവിടുത്തെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായാലും എനിക്ക് കേൾക്കുകയും ചെയ്യും, കൊച്ചി പെട്ടെന്ന് പോവുകയും ചെയ്യുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ വിളിച്ചിട്ട് പറയുന്നത് ടിക്കറ്റ് ഒന്നും കൂടെ നീട്ടിയപ്പം എന്തോ 7,000 റുപ്പീസ് എങ്ങാണ്ട് എക്സ്ട്രാ ആയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുത്ത സ്കാനിങ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കരഞ്ഞു പോയപ്പോഴത്തേനും ആൾക്കങ്ങ് വിഷമമായിപ്പോയി, അതാണ് പറ്റിപ്പോയത്. അങ്ങനെ എന്താ കാല് ഇതിനകത്ത് ആനയുടെ കാല് കണ്ടേനാ. അങ്ങനെ എന്താ പറയാ, ടിക്കറ്റ് ഒന്നും കൂടെ നീട്ടിയെടുത്തു, 18-ാം തീയതിയിലേക്ക് എടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്താൽ മതി, അതായത് ഇനിയിപ്പോൾ ഒരു 10 ഡേയ്സ് 10-ാം തീയതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം. നീട്ടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റുന്ന ആരും പോസിബിൾ ആയിരിക്കില്ല, പാടായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ട് 18-ാം തീയതിയിലേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് 9-ാം തീയതിക്കുള്ളിൽ അടുത്ത ഇതിന് പോകണമല്ലോ, BP ചെക്ക് ചെയ്യാൻ പോകണം. അന്ന് എന്തായാലും അഡ്മിറ്റ് ആവാനായിട്ട് പ്രിപ്പയർ ആയിട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും ഒരു 9-10 അതിനുള്ളിലായിരിക്കും എനിക്ക് ഡെലിവറി ഉണ്ടാവുന്നത്. 9-10 എൻ്റെ മൈൻഡിലുള്ളത്. ആ ടൈമിൽ ഡെലിവറി ഉണ്ടാവും കേട്ടോ എന്തായാലും. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മേനെയൊക്കെ വിളിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞു ദേവു നീ ഭാഗ്യം ചെയ്ത കുട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ ചിന്തമ്മ എന്ത് പറ്റി, അത് ഇവനെ പോലൊരു ഭർത്താവിന് നിനക്ക് വേറെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഷോ മക്കളെ അയ്യേ, അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കണക്ക് മോളെ നീ ഭയങ്കര ഭാഗ്യം ചെയ്ത കുട്ടിയാണ്, നീ അവനെ പോലൊരു ഭർത്താവിനെ കിട്ടിയതിൽ നീ ഭയങ്കര ഭാഗ്യം ചെയ്തത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയോ, അത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്നൊരു ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയമ്മ, നീ ഇത് കണക്ക് അഡ്മിറ്റ് ആക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്, അവന് പ്രശ്നമൊന്നും ഇല്ലാന്ന് അഡ്മിറ്റ് ആക്കട്ടെ, എന്നോടും വിളിച്ച് പറഞ്ഞു അഡ്മിറ്റ് ആക്കുന്നെങ്കിൽ ആക്കട്ടെ, ടെൻഷനൊന്നും ആവാണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിളിച്ച് കരഞ്ഞപ്പോഴത്തേനും ആൾക്കങ്ങ് ഭയങ്കര
ഇതായിപ്പോയി. ഞാൻ അങ്ങനെ കരയാറില്ല. ഞാൻ എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗോകുവിനെ കൂടിയിട്ട് ഞാൻ പാമ്പർ ചെയ്ത് നിർത്തുന്നത് ഞാനാണ്. ഗോകു ഭയങ്കര കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്. അത് പെട്ടെന്ന് ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകാറുണ്ട്. എന്ത് കാര്യം വന്നാലും അങ്ങനെയാണ്. അപ്പം കുഴപ്പമില്ല ഗോകു, ഞാനില്ലേ ഗോകു, സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും കൂടെ നിൽക്കാറുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും എനിക്ക് അത്രയ്ക്കങ്ങ് വിഷമം വന്നത് അല്ലെങ്കിൽ സങ്കടം വന്നിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് ആശാന് മനസ്സിലായി. അപ്പോഴത്തേന് ആളും ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ കരഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് എന്തായാലും എനിക്ക് നാട്ടിൽ പോകണം എന്നൊരവസ്ഥയിലെത്തി. അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ കിടക്കാണ്, എന്നാൽ അതൊന്നും മൈൻഡല്ല. ഞാൻ കരഞ്ഞു, അതുകൊണ്ടിട്ട് അവന് നാട്ടിൽ വരണം. അപ്പോൾ അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ അന്നേരമാണ് ടിക്കറ്റ് എടുക്കുന്നത്. അമ്മയുടെ അടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇവിടുന്ന് ഇപ്പം ഞാൻ പോയാലും അമ്മ പോയാലും അനിയത്തി പോയാലും ഗോകു പോയാലും അമ്മയാണ് ടിക്കറ്റ് എടുക്കാറുള്ളത്. അമ്മയ്ക്ക് പരിചയമുള്ളൊരു ട്രാവൽസ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുപ്പിക്കാറുള്ളത്. സോ അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം, ഞാൻ നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു. കാര്യം കട അങ്ങനെ കിടക്കുകയാണ്, അപ്പോൾ ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ശരി നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. രണ്ടുപേരും ഓക്കെ, കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാൽ പക്ഷേ കുറച്ച് ദിവസം നിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഗോകുവിന് അവിടെ ചെയ്തു തീർക്കാനുണ്ട്. കാശിക്കുഞ്ഞ് കരയുന്നു. അപ്പം അതൊക്കെ കളഞ്ഞിട്ടാണ് ആശാൻ വരാൻ നിന്നത്. അത് കണ്ടപ്പോഴത്തേനാണ് അമ്മ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത് ഇവൻ്റെ വെപ്രാളൊന്ന് കാണുന്നത്. വേറെ ഒന്നും അഡ്മിറ്റ് ആക്കുകയാണ്, ഡെലിവറി ആണ് എന്ന് പറഞ്ഞിട്ട് പോലും അവന് ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ നീ കരഞ്ഞപ്പോഴത്തേന് അവന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അവിടെ ഉള്ള എല്ലാവരും പറഞ്ഞു, ഗൂഗിളിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇത് കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ വെപ്രാളം കണ്ടപ്പോഴത്തേന് എല്ലാവർക്കും ഒന്ന് സങ്കടമായി. അന്നേരം അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഐ എം ലക്കി ടു ഹാവ് ഹിം. ഭയങ്കര പ്യുവർ സോളാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ പൊക്കി പറയാറുണ്ട്. പൊക്കി പറയുന്നൊന്നുമല്ല, അങ്ങനെയാണ്. ഭയങ്കര ഞാൻ കൊച്ചിനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പായാലും കല്യാണം കഴിഞ്ഞിട്ടായാലും ഭയങ്കരമായിട്ട് ഞാൻ ഒത്തിരി സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. എന്ത് പ്രശ്നം വന്നപ്പോഴേ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. ഞാൻ അതിനെ അങ്ങോട്ട് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. പാവം. ഇപ്പം അങ്ങനൊന്നുമല്ല കേട്ടോ, എൻ്റെ ജീവനാണ്. പിന്നെ വെയിറ്റിംഗ് ആണ് വരാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയുക, ഇതൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ വിശേഷം മാത്രമല്ല എൻ്റെ ലൈഫിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ആർക്കും യൂസ്ഫുൾ ആവുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി അത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അത്രേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ അകത്ത്. സന്തോഷം, സമാധാനം, ഹാപ്പി ലൈഫ്. നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്നൊരു പങ്കാളിയെ കിട്ടുന്നതിനോളം വലിയ ഭാഗ്യം വേറെ ഇല്ലല്ലോ. ഞാൻ ആ കാര്യത്തിൽ ഭാഗ്യവതിയാണ് കേട്ടോ. എന്നെ എത്രത്തോളം ആൾ മനസ്സിലാക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഭയങ്കര ലക്കിയാണ്. അപ്പം ശരി, ഞാൻ പോണം. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വീഡിയോയുടെ ഫ്രണ്ടിൽ നിന്ന് കരയേണ്ടി വരും. അപ്പോൾ താങ്ക് യു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഡേറ്റ് ആയോ, അഡ്മിറ്റ് ആക്കിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ കമൻറ്റ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അത് വന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്യാൻ വന്നത്. കാശി ബേബി ഉറക്കമായി. കാശി ബേബി രാവിലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും അതേപോലെ ആണ് കേട്ടോ. എൻ്റെ പൊന്നുമോൻ രാവിലെ ഞാൻ ഉറക്കം എണീറ്റപ്പോൾ എൻ്റെ കൂടെ ഉറക്കം എണീറ്റ് എൻ്റെ കൂടെ വന്ന് എല്ലാത്തിനും ഞാൻ നടക്കുമ്പോൾ എല്ലാം എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവനൊന്നും മാത്രമല്ല, എൻ്റെ കൂടെ വന്ന ഇപ്പം മനു ആയാലും ദേവി ആയാലും എല്ലാവരും കൂടെ തന്നെ നിന്ന് കാശിനെ പെടുത്തോണ്ട് നടക്കാനായാലും എല്ലാ ആളുണ്ടായിരുന്നു. ഞാനങ്ങനെ എടുക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. ഞാൻ എടുക്കുമ്പോഴത്തേനും അവർ പറയും വേണ്ട നീ എടുക്കണം ഞാൻ എടുത്തോളാം എന്ന് പറയും. അങ്ങനെ കാശിനെ എടുത്തോണ്ട് കാശിക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോയത്. അതുപോലെ കുഞ്ഞും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ കൂടെ ഇങ്ങനെ അത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടൈമിലെല്ലാം കൂടെ ഇരിക്കുകയായിരുന്നല്ലോ. പാവം, കഷ്ടം, പാവം എൻ്റെ മോൻ. പിന്നെന്താ പറയുക, സന്തോഷം, സമാധാനം, എല്ലാം കൊണ്ടും ഞാൻ ലക്കിയാണെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ചില സമയത്ത് സങ്കടങ്ങളുടെ സമയങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. സന്തോഷമുള്ള സമയങ്ങളിൽ ഈ ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഓഫ്കോഴ്സ് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ.